പ്ലസ് വൺ ബോട്ടണിയുടെ 10th ചാപ്റ്ററായ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയറോബിക് റെസ്പിറേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അനേറോബിക് റെസ്പിറേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഈ പൈറുവേറ്റ് ആയിട്ട് മാറുന്ന ഇത്രയും പ്രോസസ്സിനാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് എന്ത് കിട്ടി? പൈറുവേറ്റ് കിട്ടി. ആ പൈറുവേറ്റ് ഓക്സിജൻ ഇല്ലെങ്കിൽ, ഓക്സിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ ഫെർമെൻറ്റേഷനിലേക്ക് പോകും. അനേറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഉണ്ട്, ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഓക്സിജൻ പ്രസൻ്റ് ആണെങ്കിൽ എയറോബിക് റെസ്പിറേഷനിലേക്ക് പോകും. അപ്പോൾ ഈ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഓക്സിജൻ ഇല്ലെങ്കിൽ അനേറോബിക് റെസ്പിറേഷൻ ഇല്ലെങ്കിൽ ഫെർമെൻറ്റേഷനിലേക്ക് പോകും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഓക്സിജൻ പ്രസൻ്റ് ആണെങ്കിൽ എങ്ങോട്ടേക്ക് ചെല്ലും? ആ ഒരു പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയുടെ അകത്തേക്ക് ചെന്നതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള റെസ്പിറേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആ പൈറുവേറ്റ് ബ്രേക്ക് ഡൗണിലേക്ക് പോകും. നമുക്കത് എങ്ങനെയാണ് നടക്കണതെന്ന് നമുക്ക് നോക്കാം. എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ്റെ സൈറ്റ് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. It is a complete oxidation of organic substance in the presence of oxygen, releasing carbon dioxide, water and energy. അപ്പോൾ നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞത്. ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള വഴി. എയറോബിക് റെസ്പിറേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, ആ ഒരു പൈറുവിക് ആസിഡ് എയറോബിക് റെസ്പിറേഷൻ വഴിയാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവും. ഇറ്റ് ഒക്കേഴ്സ് ഇൻ മൈറ്റോകോൺട്രിയ. For this, the pyruvate, the final product of glycolysis, is transported from the cytoplasm into mitochondria. അപ്പോൾ ഈ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ആ സൈറ്റോപ്ലാസത്തിൽ നിന്നും ആ പൈറുവേറ്റിനെ 2 മോളിക്യൂൾ പൈറുവേറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ 2 മോളിക്യൂൾ പൈറുവേറ്റിനെ മൈറ്റോകോൺട്രിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ നമുക്ക് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറൊക്കെ നമുക്ക് അറിയാം. മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഏറ്റവും പുറത്തെ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിൻ. അതിനുള്ളിൽ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ആ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. പിന്നെ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന റീജിയനാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കുക. അതറിയത്തില്ലാത്തവർ നമ്മുടെ പഴയ വീഡിയോ ഉണ്ട്, വീഡിയോയിലേക്കൊന്ന് പോയി അതിൻ്റെ സെൽ ഓർഗനൽസ് മൈറ്റോകോൺട്രിയയുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെ ക്രൂഷ്യൽ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ടാണ് ഇപ്പോൾ അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. ആ പൈറുവേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിനുള്ളിലാണ്. ആ ബ്ലൂ കളറിൽ കാണുന്ന ഈ മാട്രിക്സിനുള്ളിൽ വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് നടക്കുന്നത്. അങ്ങനെ പൈറുവേറ്റ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആയിട്ട് ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ആ ഇന്നർ മെംബ്രെയിനിൽ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതുവഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസിൻ്റെ അക്യൂമുലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന കാരണം ഒരു പ്രോട്ടോൺ അക്യൂമുലേഷൻ ഉണ്ടാകുന്നുണ്ട്, പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രോട്ടോൺ ഗ്രേഡിയൻ്റെ ഭാഗമായിട്ട് ATP സിന്തേസിൽ കൂടി പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ പഠിച്ച അതേ മെക്കാനിസത്തോട് എക്സാക്ട്ലി സിമിലർ ആണ്. പക്ഷേ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കത് വരുന്ന ക്ലാസ്സിൽ നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് എന്ന് പറയുന്നത് നേരെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലേക്കാണ് ചെല്ലുന്നത്. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ ചെന്നതിന് ശേഷം ഈ പൈറുവിക് ആസിഡ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ അസിറ്റൈൽ കോ എൻസൈം എ അല്ലെങ്കിൽ അസിറ്റൈൽ കോ എ ആയിട്ട് മാറുന്നു. അപ്പോൾ പൈറുവിക് ആസിഡിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്. ആ സൈറ്റോപ്ലാസത്തിൽ എങ്ങോട്ടേക്ക് പോകുന്നു?
മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് പോകുന്നു. ആ മാട്രിക്സിലേക്ക് ഇത് ചെന്നതിന് ശേഷം പൈറൂവിക് ആസിഡ് അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ എൻസൈം കോൾഡ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, NAD+ എന്തായിട്ട് മാറുന്നുണ്ട്? NADH ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പൈറുവിക് ആസിഡ് ആണല്ലോ ഗ്ലൂക്കോസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. 2 പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ 2 പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? 2 അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. അപ്പോൾ 2 പൈറുവിക് ആസിഡ് 2 അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുമ്പോൾ 2 NAD+ എന്തായിട്ട് മാറും? 2 NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂറിങ് ദിസ് പ്രോസസ് 2 NADH മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ്. അങ്ങനെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിൽ നിന്നും 2 NADH മോളിക്യൂൾസ് കിട്ടുന്നുണ്ട്. ദ അസിറ്റൈൽ കോഎൻസൈം ദെൻ എൻഡേഴ്സ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഇതിനുശേഷം ഈ അസിറ്റൈൽ കോഎൻസൈം ആണ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിളിലേക്ക് കയറുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. TCA സൈക്കിൾ പറയുന്ന മറ്റൊരു പേരാണ് ക്രബ്സ് സൈക്കിൾ. TCA സൈക്കിൾ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ ക്രബ്സ് സൈക്കിൾ ഓർ സിട്രിക് ആസിഡ് സൈക്കിൾ വാസ് ഫസ്റ്റ് എലൂസിഡേറ്റഡ് ബൈ ഹാൻസ് ക്രബ്സ്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബ് ആണ് നമ്മുടെ ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് പറയുന്ന മറ്റൊരു പേരുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ചിലപ്പോൾ TCA സൈക്കിളിൽ നിന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിൽ നിന്ന് ചോദിക്കാം, ക്രബ്സ് സൈക്കിളിൽ നിന്ന് ചോദിക്കാം. ഇതെല്ലാം ചോദിച്ചാലും എല്ലാം എന്താണ്? ഈ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് നടക്കുന്ന നമ്മുടെ TCA സൈക്കിള്, ക്രബ്സ് സൈക്കിള്, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിള് ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ പേരുകൾ മാറി മറിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് പേരുകളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാട്രിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൈറുവേറ്റ്. ആ പൈറുവേറ്റ് ആദ്യമേ ഞാൻ പറഞ്ഞു അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. ഈ അസിറ്റൈൽ എത്ര പൈറുവേറ്റാണ് വരുന്നത്? 2 പൈറുവേറ്റാണ് വരുന്നത്. അപ്പോൾ 2 അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. ഞാനിപ്പോൾ ഈ 2 പൈറുവേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒറ്റ പൈറുവേറ്റിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ പൈറുവിക് ആസിഡിൻ്റെ കാര്യമാണ്. ഒരൊറ്റ പൈറുവിക് ആസിഡിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അവസാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് 2 ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ പറയാൻ നേരത്ത് ഞാൻ ഒറ്റ പൈറുവിക് ആസിഡ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറും. അസിറ്റൈൽ കോഎൻസൈം ഇങ്ങനെ അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറാൻ നേരത്ത് ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ അസിറ്റൈൽ കോഎൻസൈം ആണ് ഈ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിളിലേക്ക് കയറുന്നത്. നമുക്ക് അതിൻ്റെ പാത്വേ നോക്കാം. അപ്പോൾ അസിറ്റൈൽ കോഎൻസൈം എന്താവും? നേരെ സിട്രിക് ആസിഡായിട്ട് മാറും. ആ സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡായിട്ട് മാറും. ദെൻ മാലിക് ആസിഡായിട്ട് മാറും. ദെൻ ഓക്സാലോ അസിറ്റിക് ആസിഡായിട്ട് മാറും. വീണ്ടും എഗെയിൻ ഈ ഓക്സാലോ അസിറ്റിക് ആസിഡ് അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് കൂടിച്ചേർന്നിട്ട് സിട്രിക് ആസിഡായിട്ട് മാറും. അങ്ങനെ ഈ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുറേ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാനത് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് മാട്രിക്സ്. ഇതാണ് മാട്രിക്സ്, ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ഈ മാട്രിക്സ് നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പൈറുവേറ്റ് വന്നു. ആ പൈറുവേറ്റ് അസിറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറി. അസിറ്റൈൽ കോഎൻസൈം ഈ ഓക്സാലോ അസിറ്റേറ്റുമായിട്ട് കൂടി ചേർന്നിട്ടാണ് നമുക്ക് സിട്രേറ്റ് ഇടുന്നത്. ആ സിട്രേറ്റ് എന്നിട്ട് മാറുന്നു ഐസോസിട്രേറ്റ് വീണ്ടും ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് എന്നോ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡോ എന്ന് പറയാം. രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഐസോസിട്രേറ്റിൽ നിന്നും ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം ആയിട്ട് മാറുമ്പോൾ അവിടെയും ഒരു NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡായിട്ട് ഇവിടെ സക്സിനേറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സക്സിനേറ്റും സക്സിനിക് ആസിഡും സെയിം ആണ്.
സക്സിനിക് ആസിഡായിട്ട് മാറുമ്പോൾ ഒരു GTP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ GTP എന്ന് പറയുന്നത് ATPയുടെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സക്സിനൈൽ കോഎൻസൈം എ സക്സിനേറ്റ് ആയിട്ട് മാറിയപ്പോൾ ഒരു GTP പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ATP പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. രണ്ടും ഈക്വലൻ്റ് ആണ്. അപ്പോൾ പ്ലാന്റിൽ നമ്മളതിനെ GTP എന്ന് പറയും, ആനിമൽസിലാണെങ്കിൽ നമ്മളതിനെ ATP എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു GTP പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. നമ്മളിങ്ങനെ ഈ സബ്സ്ട്രേറ്റിൻ്റെ ഇടയിൽ, ഇപ്പോൾ ഇതൊരു സബ്സ്ട്രേറ്റ് ആണ്, ഇത് മറ്റൊരു സബ്സ്ട്രേറ്റ് ആണ്, ആ രണ്ട് സബ്സ്ട്രേറ്റിൻ്റെ ഇടയിലാണ് ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ GTP പ്രൊഡ്യൂസ് ചെയ്ത്. നമ്മൾ അതുകൊണ്ട് ഇതിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുന്നത്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഈസ് എ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം എ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇവിടെ ഏതാ? ADP ആണ്. ADP ഇവിടെ കാണിച്ചിരുന്നത് GDP. ഈ GDPയിൽ നിന്നും അല്ലെങ്കിൽ GDPയിലേക്ക് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് GTP ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനാണ്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ രണ്ട് സബ്സ്ട്രേറ്റ് ഉണ്ട്, രണ്ട് സബ്സ്ട്രേറ്റ് ആണ്. ആ രണ്ട് സബ്സ്ട്രേറ്റിന് ഇടയിൽ നടക്കുന്ന ഫോസ്ഫോറിലേഷൻ. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം എ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. ഇതൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ് GDP എന്ന് പറയുന്നത്. ആ GDPയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നത്. GDP എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ ADP എന്ന് വെച്ചാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഗുവാനിൻ ഡൈഫോസ്ഫേറ്റാണ്. ആ ഡൈഫോസ്ഫേറ്റിനകത്തേക്ക് വീണ്ടും ഒരു ഫോസ്ഫേറ്റിനോട് ആഡ് ചെയ്തപ്പോൾ GTP ഗുവാനിൻ ട്രൈഫോസ്ഫേറ്റ്, ഇല്ലെങ്കിൽ ATP ആണെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു 3 ഫോസ്ഫേറ്റ് ഉള്ള ഒരു കോമ്പൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആ സക്സിനേറ്റ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറും. ഫ്യൂമറേറ്റ് ഇല്ലെങ്കിൽ അത് നമുക്ക് ഫ്യൂമാരിക് ആസിഡ് എന്ന് പറയാം. രണ്ടും സെയിം ആണ്. ദെൻ ഫ്യൂമറേറ്റ് ആകുന്ന നേരത്ത് ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഫ്യൂമറേറ്റ് മാലേറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഫ്യൂമാരിക് ആസിഡ് മാലിക് ആസിഡായിട്ട് മാറും. ദെൻ മാലേറ്റ് അല്ലെങ്കിൽ മാലിക് ആസിഡ് രണ്ടും സെയിം ആണ്. ആ മാലിക് ആസിഡ് എന്തായിട്ട് മാറും? ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറും, ഇല്ലെങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡായിട്ട് മാറും. അപ്പം ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയാനും തെറ്റില്ല. ദെൻ ഈ ഓക്സാലോ അസറ്റേറ്റും പിന്നെ അസിറ്റൈൽ കോഎൻസൈം എയും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് അടുത്ത ക്രബ്സ് സൈക്കിളിൻ്റെ റൗണ്ട് തുടങ്ങുന്നത്, സിട്രേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ക്രബ്സ് സൈക്കിളിൻ്റെ എൻഡയർ സ്റ്റേജുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൻ്റെ ഉള്ളിലാണ്. ഇതിലെ ഓരോ സ്റ്റെപ്പുകളെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസിറ്റൈൽ കോഎൻസൈം എ ഓക്സാലോ അസിറ്റിക് ആസിഡിനെ കൂടിയിട്ട് സിട്രിക് ആസിഡായിട്ട് മാറുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഇതിനകത്ത് ഞാൻ ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് പറഞ്ഞത്. പിന്നെ സിട്രിക് ആസിഡിനകത്ത് ഇവിടെ സിട്രിക് ആസിഡിൽ നിന്ന് ഐസോസിട്രേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഐസോസിട്രേറ്റിൽ നിന്നുമാണ് പിന്നെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് അത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നും കൂടെ കേൾക്കുക, നന്നായിട്ട് കാണുക, ഇത് ഡയഗ്രാം വരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് ഇവർ ഈ 2 സ്ലൈഡിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ATP പ്രൊഡക്ഷനും NADH പ്രൊഡക്ഷനും നമുക്ക് നോക്കാം. ഈ ഒരു സൈക്കിളിനകത്ത് ATP പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമ്മളെവിടെയും പഠിച്ചോ? ഇവിടെ ഒരു GTP പ്രൊഡ്യൂസ് ചെയ്ത് പഠിച്ചു. GTP എന്ന് പറയുന്നത് ATPയുടെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ ATP ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം ഒരു ഓർഡറിൽ നമുക്ക് നോക്കാം. അറ്റ് 3 പോയിൻറ്റ്സ് ഓഫ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ NAD+ ഈസ് റെഡ്യൂസ്ഡ് ടു NADH. അതായത് 3 സ്ഥലത്ത് NADH ഉണ്ടായി. എവിടെയാണ്? 1, 2, 3 NADH ഉണ്ടായി. അതുപോലെ
ഒരിടത്ത് FADH2 ഉണ്ടായി, FADH2 ഉണ്ടായി, ഇവിടെ FADH2 ഉണ്ടായി. അപ്പോൾ ഈ ക്രബ് സൈക്കിളിനകത്ത് 3 NADH ഒരു FADH2 ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ATPയും ഉണ്ടായി. ഇത്രയും പ്രൊഡക്റ്റാണ് ക്രബ് സൈക്കിളിൽ നമുക്ക് കിട്ടിയത്. ഇത് ഒരു പൈറൂവേറ്റിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 2 പൈറൂവേറ്റ് ആകുമ്പോൾ ഇവിടെ തന്നെ 2 NADH ഉണ്ടാവും, ഇവിടെ 2 NADH ഉണ്ടാവും, ഇവിടെ 2 FADH2 ഉണ്ടാവും, ഇവിടെ 2 NADH ഉണ്ടാവും, ഇവിടെ 2 ATP ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 2 2 2 4 4 2 6 NADHും 2 FADH2ഉം 2 GTPയുമാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ കണക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മറി ഇക്വേഷൻ ഓഫ് ക്രബ് സൈക്കിൾ. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരു പൈറൂവിക് ആസിഡിൽ നിന്നും നമുക്ക് 4 NADH ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 2 3 അല്ലേ ഉള്ളൂ. ഇപ്പോൾ 4 എന്ന് പറയുന്നുണ്ടല്ലോ. ആ 4 എന്ന് പറയുന്നത് ഈ പൈറുവേറ്റ് അസിറ്റൈൽ കോഎൻസൈമായിട്ട് മാറിയപ്പോൾ ഇവിടെ ഒരു NADH ഉണ്ടായി എന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് കൂട്ടിയിട്ടാണ് 4 NADH. അതുപോലെ തന്നെ FADH2 ഒരു FADH2, അതുപോലെ ഒരു ATP, ഇവിടെ GTP പകരം ഒരു ATP. ഇത്രയും കാര്യങ്ങളാണ് ഒരു പൈറൂവിക് ആസിഡിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ പൈറൂവിക് ആസിഡ് ഒന്നല്ല വരുന്നത്, 2 പൈറൂവിക് ആസിഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടി വരും. ദസ് എ ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു ഗീവ് 6 CO2 8 NADH, അതായത് ഇതിൻ്റെ ഇരട്ടി. ഇത് ഒരു ഗ്ലൂക്കോസിനകത്ത് 2 പൈറൂവിക് ആസിഡാണ് ഉള്ളത്. ഒരു ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്യുമ്പം 2 പൈറൂവിക് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലൂക്കോസിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഇരട്ടി, 4 ഇരട്ടി 8 NADH, FADH2 2 ATP 2. അപ്പോൾ ട്രൈകാർബോക്സിലിക് ആസിഡിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ 8 NADHും 2 FADH2ഉം 2 ATPയുമാണ്. അപ്പോൾ ഇനി ഗ്ലൈക്കോലൈസ് വഴി ഇവർക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഗ്ലൈക്കോലൈസ് വഴി 2 ATP നേരത്തെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 NADH കിട്ടിയിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കയറി വരുന്നതാണ്. ഇത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ ക്രബ് സൈക്കിളിൻ്റെ പാർട്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. അടുത്തതിൽ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.